ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വസുന്ധര നിധിയുടെ അമ്മാവനെ വല്ലാതെ നാണം കെടുത്തുന്നത് കണ്ടുകൊണ്ട് വരികയാണ് കേട്ടോ. അങ്ങനെ നിധി മതി നിർത്ത് എന്നങ്ങ് പറയാണ്. ആ ഒരു സൗണ്ട് കേട്ട ഭാഗത്തേക്ക് വസുന്ധര അങ്ങ് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ നിധിയും വസുന്ധരയും നേർക്ക് നേരെ കാണുകയാണ്. വസുന്ധര നിധിയെ കണ്ടതോടുകൂടി കഴിഞ്ഞു പോയ എല്ലാ കാര്യങ്ങളും അങ്ങ് ഓർമ്മ വരികയാണ് കേട്ടോ. നിധി ഓരോ ഭാഗങ്ങളിലും വെച്ച് വസുന്ധരയെ അപമാനിച്ചതും എല്ലാം തന്നെ അങ്ങ് ഓർമ്മ വരികയാണ്. വസുന്ധരയ്ക്ക് നിധിയെ കണ്ടതോടുകൂടി ദേഷ്യം അങ്ങ് കൂടി വരികയാണ്. അങ്ങനെ നീ എന്താടി ഇവിടെ, നിന്നെ ആരാ ഇവിടേക്ക് വിളിച്ചത് എന്നങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ നിധി അങ്ങ് ചൂടായിട്ട് തന്നെ പറയാണ്, ഞങ്ങളാരും ഇവിടേക്ക് വലിഞ്ഞു കയറി വന്നതല്ല, നിങ്ങളാണ് ഞങ്ങളെ തേടി വന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് എൻ്റെ അമ്മാവനെ നിങ്ങൾ മോശമായിട്ട് സംസാരിക്കുന്നു. അത് കണ്ടുകൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്നങ്ങ് പറഞ്ഞ് നിധി ചൂടാവുകയാണ്. ഇത് കണ്ടതോടുകൂടി വസുന്ധരയുടെ ക്ഷമ അങ്ങ് നശിക്കുകയാണ്. ഒരാളോട് ഇത്രയ്ക്കധികം തരം താഴ്ന്ന് സംസാരിക്കലാണോ നിങ്ങളുടെ മര്യാദയും നിങ്ങളുടെ സ്റ്റാറ്റസും എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ആരാടി ഇതൊക്കെ പറയാം, നീ എന്താ ഇവിടെ, നിനക്ക് ഇവിടെ എന്താ കാര്യം, നീ എങ്ങനെ ഇവിടെ കയറിപ്പറ്റി എന്നൊക്കെ അങ്ങ് ചോദിക്കുമ്പോൾ അച്ഛനും പറയുകയാണ്, ഇത് ശിവാനിയുടെ അച്ഛൻ്റെ പെങ്ങളുടെ മകളാണ്. ഗൗതം കല്യാണം കഴിക്കാൻ പോകുന്ന ശിവാനിയെ നമുക്ക് അംഗീകരിച്ചാൽ പോരെ, ഇവളെ എന്തിനാ അംഗീകരിക്കേണ്ടത്, അതിന് എന്നെ കിട്ടില്ല എന്നങ്ങ് വസുന്ധര പറയുമ്പോൾ നിധി പറയാണ്, മതി നിർത്ത്, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പണം സ്റ്റാറ്റസും ഒക്കെ ഉണ്ടാവും, പക്ഷേ അത് പണത്തിലല്ല ഗുണത്തിലാണ് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്കല്ല മാഡം സ്റ്റാറ്റസ് ഉള്ളത്, ഞങ്ങൾക്കാണ്. ഞങ്ങൾ ആരെയും ഇതുവരെയും അപമാനിച്ച് നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പണമൊക്കെ ഉണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് ആളുകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും അവരോട് എങ്ങനെയാണ് മര്യാദക്ക് സംസാരിക്കേണ്ടതെന്നും നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്ക് നാളെ വല്ലതും സംഭവിച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള ഈ പൈസയൊന്നുമല്ല നിങ്ങളെക്കുറിച്ച് ഓർത്ത് കരയുന്നത്. ആളുകളോട് നല്ലപോലെ പെരുമാറാണ് നിങ്ങളെ ഓർത്ത് നാളെ കരയാനുണ്ടാവുകയുള്ളൂ. അത് മാഡത്തിന് ഇതുവരെയും മനസ്സിലായിട്ടില്ലേ എന്നൊക്കെ അങ്ങ് ചോദിച്ച് വല്ലാതെ അങ്ങ് വസുന്ധരയെ അപമാനിച്ചുകൊണ്ട് തന്നെ നിധി ഓരോന്ന് പറയാണ്. അത് കേട്ട് നിൽക്കുന്ന ഗൗതമിൻ്റെ അമ്മ അങ്ങ് പറയും, മോളെ നിധി ഒന്ന് നിർത്ത്, ചേച്ചി ഒന്നും വിചാരിക്കരുത് എന്ന് പറയും. വേണ്ട, നീ അവളെ തടയണ്ട, അവൾക്ക് സംസാരിക്കാൻ കഴിയുന്നിടത്തോളം അവൾ സംസാരിക്കട്ടെ. അങ്ങനെ ആവുമ്പോഴല്ലേ നീ എവിടുന്നാണ് ഈ ബന്ധം കൊണ്ടുവന്നത് എന്ന് നിങ്ങൾ കൂട്ടുകൂടാൻ പോകുന്ന ബന്ധുക്കാരുടെ യഥാർത്ഥ സ്വഭാവം ഇപ്പോഴല്ലേ മനസ്സിലാക്കാൻ കഴിയും. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത് ഈ വിവാഹബന്ധം വേണ്ട എന്നുള്ളത്. കുറച്ചുകൂടി സമയം തായി, ഇതിലും നല്ല ബന്ധം ഞാൻ എൻ്റെ ഗൗതം മോന് ഉണ്ടാക്കി കൊണ്ടുവരാം. അപ്പോൾ പാറു പറയുകയാണ്, അല്ല ചേച്ചിക്ക് അറിയാവുന്നതല്ലേ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഗൗതമിന് ഈ ഒരു ജാതക പൊരുത്തമുള്ള കുട്ടിയെ കിട്ടിയത്. അവൻ്റെ ആയുസ്സിൻ്റെ ദോഷം മാറണമെങ്കിൽ ദീർഘസുമംഗലി യോഗമുള്ള കുട്ടിയെ തന്നെ വേണം. അതൊക്കെ ജോത്സ്യർ പറഞ്ഞത് ചേച്ചിക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്നൊക്കെ പറയട്ടോ. അപ്പോൾ നിധിയെ കുറിച്ച് അങ്ങ് പറയാണ്, ഈ കുട്ടി ഇപ്പോൾ ഇവിടേക്ക് വന്നത് കന്യകയായ ഒരു കുട്ടി തന്നെ വരണമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് വന്നത്. പിന്നെ ഇങ്ങനെയൊന്നും സംസാരിക്കുന്ന കുട്ടിയല്ല ഇതിപ്പോൾ സംസാരിക്കേണ്ടി വന്നത് എന്നങ്ങ് പറയും. മതി, എന്നോടധികം സംസാരിക്കേണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. ഇവൾ അഹങ്കാരിയും ധിക്കാരിയും തന്നെയാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രം കേൾക്കണം എന്നങ്ങ് പറയുമ്പോൾ ഗൗതം പറയണ്, അല്ല അമ്മ, ഇവൾ ഇങ്ങനെയൊന്നും സംസാരിക്കുന്ന ആളല്ല, നിധി ഒരു പാവം തന്നെയാണ്, എനിക്കറിയാം നിധിയെക്കുറിച്ച് എന്ന് പറയുമ്പോൾ അവൾ ഇവിടേക്ക് വന്ന് കയറിയിട്ട് 2 നിമിഷം പോലും ആയില്ലല്ലോ, അപ്പോഴത്തേക്കും നീ അവളുടെ സൈഡിൽ നിന്ന് എന്നോട് സംസാരിക്കുന്നു. അല്ല അമ്മ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് ആരും തന്നെ ഒന്നും പറയണ്ട, ഈ കല്യാണം നടക്കില്ല. ഇവൾ എന്നോട് മാപ്പ് പറയാതെ ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. മാപ്പ് മാത്രം പോരാ, എൻ്റെ കാലിൽ പിടിച്ച് എന്നോട് മാപ്പ് പറയണം എന്നങ്ങ് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് വസുന്ധര പിന്നെ അവിടെ നിന്ന് വസുന്ധര ഇങ്ങനെ ഒരു ഡിമാൻഡ് വെച്ചതോടുകൂടി രേണുക ഒന്നങ്ങ് പതറാണ് കേട്ടോ. എങ്ങനെയെങ്കിലും നിധിയെ കൊണ്ട് കാല് പിടിപ്പിച്ച് മാപ്പ് പറയിപ്പിച്ചാലും വേണ്ടില്ല, എൻ്റെ മോളുമായിട്ട് ഗൗതമിൻ്റെ വിവാഹം നടക്കണം എന്നുള്ള ആ ഒരു ചിന്തയിൽ തന്നെ നിൽക്കുകയാണ്. ഈ സമയത്ത് ശിവാനിയെ കാണാൻ വേണ്ടിയിട്ട് അമലിൻ്റെ ഫ്രണ്ടും കൂടി അവരെ വീട്ടിൻ്റെ മുന്നിൽ വന്നിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് ശിവാനിക്ക് ഫോൺ വിളിക്കാൻ
വിളിക്കുകയാണ്. ഞാൻ അമലാണ്, ഞാൻ നിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലുണ്ട്, നീ ഇവിടേക്കൊന്ന് ഇറങ്ങി വാ, നിന്നോട് അത്യാവശ്യമായിട്ട് എനിക്കൊരു കാര്യം പറയാനാണ് എന്ന് പറയണേ. എന്നിട്ട് അമൽ ആ ഫ്രണ്ടിനെ അങ്ങ് മാറ്റി നിർത്താൻ കേട്ടോ. നീ അവിടെ പോയി നിന്നോ, ഞാൻ അവളുമായിട്ടൊന്ന് സംസാരിച്ച് അവളെ കുപ്പിയിലാക്കണം, അവളെന്നെ ചതിച്ചതിന് അവളെയും ഞാൻ ചതിക്കും, അവൾ ഗൗതവുമായിട്ട് ജീവിക്കില്ല, അത് എൻ്റെ വാശി തന്നെയാണെന്ന് അമൽ മനസ്സിലങ്ങ് ഉറച്ച തീരുമാനമെടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഇവിടെ ഇപ്പോൾ ആരുമില്ല, എല്ലാവരും ഗൗതമിൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണെന്ന് പറയുമ്പോൾ എന്നാൽ ഞാൻ അകത്തോട്ട് വരട്ടെ എന്നങ്ങ് ചോദിക്കുക. അത് വേണ്ട, ഞാൻ പുറത്തേക്ക് വരാം എന്നൊക്കെ പറഞ്ഞ് ശിവാനി നേരെ പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് എന്തിനാ ഇപ്പോൾ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വന്നത് നിന്നോടൊരു സന്തോഷ വാർത്ത പറയാനാണ്. നീ ബോളിവുഡിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് നീ ഡയറക്ടർക്ക് കുറേ ഫോട്ടോസ് അയച്ചു കൊടുത്തിരുന്നില്ലേ, അതിൽ നിൻ്റെ ഫോട്ടോസ് കണ്ടിട്ട് ആ ഡയറക്ടർക്ക് നിന്നെ നല്ല ഇഷ്ടമായിട്ടുണ്ട്, നിന്നെ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞത് എന്നങ്ങ് പറഞ്ഞൊരു തള്ളങ്ങ് കൊടുക്കാൻ കേട്ടോ. അത് കേട്ടതോടുകൂടി ശിവാനി അതൊക്കെ അങ്ങ് വിശ്വസിക്കുകയാണ്. അങ്ങനെ അങ്ങ് മനം മറന്ന് തന്നെ ശിവാനി ഇങ്ങനെ ആലോചിക്കുകയാണ്, ഞാനൊരു സൂപ്പർ സ്റ്റാർ തന്നെ ആവുമല്ലോ എന്നുള്ളങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അപ്പോൾ മനസ്സിൽ അമൽ ഇവളിതിൽ വീണിട്ടുണ്ട്, ഈ നുണയിൽ ഇവൾ വീണിട്ടുണ്ട്, ഇവളെ എങ്ങനെ ഈ കല്യാണത്തിൽ നിന്നും ഞാൻ പിന്തിരിപ്പിക്കും എന്നുള്ള മനസ്സിലാവും കേട്ടോ അമലിൻ്റെ. അങ്ങനെ അമൽ പറയണ്, എന്താ എന്നെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് ഒരു ഗ്ലാസ് ചായയൊക്കെ തന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. അപ്പോൾ ശിവാനി പറയാം, അതൊക്കെ ഞാൻ തരാം, ഇപ്പോൾ പറ്റില്ല, ഇപ്പോൾ ഗൗതമിൻ്റെ വീട്ടിലേക്ക് എല്ലാവരും പോയിരിക്കുകയാണ്, ഇനിയിപ്പോൾ നാട്ടുകാരൊക്കെ കണ്ട് ഓരോന്ന് പറയും, അതുകൊണ്ട് നീ പോയിക്കോ അമൽ, ഞാൻ നിന്നെ നല്ല ബെസ്റ്റ് ഫ്രണ്ടായിട്ട് തന്നെയല്ലേ കാണുന്നത്, അതുകൊണ്ടല്ലേ നീ തന്ന മോതിരം ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്നത് എന്നൊക്കെ അങ്ങ് പറഞ്ഞ് ശിവാനി അമലിനെ ഒന്ന് സോപ്പിട്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് അമലിനോട് അവിടെ നിന്ന് അങ്ങ് പോവാൻ പറയാൻ കേട്ടോ. എന്നിട്ട് ശിവാനി നേരെ അകത്തേക്ക് അങ്ങ് കയറി പോവാണ്. എന്നിട്ട് റൂമിൽ ചെന്ന ശേഷം ശിവാനി അങ്ങ് തുള്ളിച്ചാടാൻ, ഞാനൊരു സൂപ്പർ സ്റ്റാർ ആവും, ഇതെൻ്റെ വലിയൊരു ആഗ്രഹമാണ്, അതും ബോളിവുഡിലാണ് എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതി സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടാണ്. ഈ സമയത്ത് വസുന്ധര നിധി കാല് പിടിച്ച് മാപ്പ് പറയണം എന്നുള്ള ആ ഒരു വാശിയിലുള്ള തീരുമാനത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിൽ ഇങ്ങനെ ദേഷ്യം പിടിച്ച് നടക്കുക കേട്ടോ. അങ്ങനെ ഗൗതമിൻ്റെ അമ്മയും അച്ഛനും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ പാറു പറയണേ, എന്തെങ്കിലും ഒന്ന് നിധിയോട് പറഞ്ഞ് മനസ്സിലാക്കുക എന്നങ്ങ് അച്ഛനോട് പറയാണ്. അങ്ങനെ അച്ഛൻ നിധിയോട് പറയും, മോളെ നിധി, നിന്നോട് ഇപ്പോൾ നിൻ്റെ ഭാഗത്താണോ തെറ്റ് അതോ വസുന്ധരയുടെ ഭാഗത്താണോ തെറ്റ് എന്നുള്ളതല്ല, ഞങ്ങളുടെ വീട്ടിനെ ഈ ഒരു അവസ്ഥയിലാക്കിയതും ഞങ്ങളെ കരകയറ്റിയതും എല്ലാം തന്നെ ഞങ്ങളുടെ വസുന്ധരയാണ്, അവളാണ് ഞങ്ങളെ ഈ ഒരു നിലയിലെത്തിച്ചത്, ഈ കാണുന്ന സ്വത്തുക്കളും പ്രതാപങ്ങളും എല്ലാം തന്നെ ഞങ്ങൾക്കുണ്ടായത് ഞങ്ങളുടെ വസുന്ധര കാരണമാണ്, അവൾ തീരുമാനിക്കുന്നതാണ് ഇവിടെ ഞങ്ങളെല്ലാവരും അനുസരിക്കാറ്, ഞങ്ങളുടെ നല്ലതിന് വേണ്ടി മാത്രമാണ് വസുന്ധര ഇതുവരെയും എല്ലാതും ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് മോളെ ഇങ്ങനെ അവളെ ഞങ്ങളെല്ലാവരും പേടിക്കുന്നതും, അവളാണ് ഇവിടുത്തെ എല്ലാ കാര്യം. അപ്പോൾ ഗൗതം നിധിയോട് പറയാണ്, ഞങ്ങളുടെ അമ്മയോട് ഇങ്ങനെയൊന്നും ഒരിക്കലും സംസാരിക്കാൻ പാടുണ്ടായിരുന്നില്ല നിധി, എൻ്റെ അമ്മയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് തെറ്റുകൾ ഉണ്ടാവും, പക്ഷേ എന്നാലും എൻ്റെ അമ്മയോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല, ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളുടെ അമ്മയ്ക്ക് അത്രത്തോളം അധികം സ്ഥാനമുണ്ട്, അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടുണ്ടായിരുന്നില്ല നിധി, എൻ്റെ അമ്മയോട് നിധി മാപ്പ് പറയാതെ ഞാനും ഈ കല്യാണത്തിന് സമ്മതിക്കില്ല എന്നങ്ങ് ഗൗതം പറയട്ടോ. അത് കേട്ടതോടുകൂടി മതി, നിർത്ത് സാർ, നിങ്ങളെല്ലാവരും തലയിൽ കയറ്റിവെച്ച് നടക്കുന്ന നിങ്ങളുടെ അമ്മയുണ്ടല്ലോ വസുന്ധരാമ്മ, അവരെ ഞാൻ ഇവിടെ വെച്ച് മാത്രമല്ല കണ്ടത്, ഞങ്ങൾ തമ്മിൽ ഒരുപാട് തവണ 2-3 തവണ ഞങ്ങൾ പുറത്ത് വെച്ച് കണ്ടു, എന്നിട്ട് വസുന്ധരയും നിധിയും തമ്മിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ അങ്ങ് നിധി പറയാൻ കേട്ടോ. അല്ലാതെ ഞാൻ ഒരു തെറ്റും ഞാൻ ഇവരോട് ചെയ്തിട്ടില്ല, അതിന് വേണ്ടിയിട്ടാണ് ഇവരുടെ കാല് പിടിച്ച് ഞാൻ മാപ്പ് പറയണം എന്നൊക്കെ പറയുന്നത്, ഞാൻ എന്തിനു മാപ്പ് പറയണം, ഒരു തെറ്റും ചെയ്യാത്ത എനിക്ക് എന്തിനു അവരുടെ കാല് പിടിച്ച് മാപ്പ് പറയണം, ഞാൻ ഒരിക്കലും മാപ്പ് പറയില്ല എന്ന് നിധിയും വാശി പിടിച്ചുകൊണ്ട് തന്നെ, നിങ്ങൾ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആ വസുന്ധരാമയുണ്ടല്ലോ, അവരിത്ര നല്ല സ്ത്രീയൊന്നുമല്ല, അവർക്ക് ഭയങ്കര അഹങ്കാരമാണ്, ദൈവത്തിൻ്റെ കണ്ണിൽ എല്ലാവരും ഒരുപോലെയാണ്, അല്ലാതെ പണക്കാരനെന്നോ പാവപ്പെട്ടവരെന്നോ എന്നൊന്നും ദൈവത്തിനില്ല, എല്ലാവരും തുല്യരാണ്,
അപ്പോൾ രേണുക ദേഷ്യം പിടിച്ചിട്ട് നിധിയോട് പറയണ്, മതി നിർത്ത് നിധി, നീ ഇപ്പോൾ ഇവിടെ വന്ന് സംസാരിക്കുന്നത് ആരുടെ വീട്ടിലാണ് സംസാരിക്കുന്നത് എന്നുള്ളത് പോലും നീ ഞാൻ മറന്നിട്ടൊന്നുമില്ല. ആളുകളോട് മാനമര്യാദക്ക് സംസാരിക്കാനും പെരുമാറാനും അറിയാത്ത അഹങ്കാരം പിടിച്ച വീട്ടിലേക്കാണ് ഇപ്പോൾ ശിവാനിയെ കല്യാണം കഴിച്ചു വിടാൻ വേണ്ടി അപ്പച്ചി നോക്കുന്നത്. അതുകൊണ്ട് ഈ കല്യാണം നടത്തേണ്ട, വസുന്ധരാമയുടെ അടുത്തേക്ക് ശിവാനിയെ പറഞ്ഞയക്കേണ്ട, അവൾക്ക് ഇവിടെ യാതൊരുവിധ സുഖവും ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ നിധിയുടെ അമ്മ പറയാണ്, മതി നിർത്ത് മോളെ, നീ എന്തൊക്കെയായി പറയുന്നത്? കല്യാണ നിശ്ചയവും കല്യാണം വരെ തീരുമാനിച്ചു കഴിഞ്ഞു, എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മ, ഞാൻ പറയുന്നത് കേൾക്കണം. ശിവാനിക്ക് ഈ വീട്ടിലേക്ക് വന്നു കയറിൽ ഒരു സുഖവും ഉണ്ടാവില്ല. ആ വസുന്ധരാമ ഒരിക്കലും അവൾക്കൊരു സ്വസ്ഥതയും സമാധാനവും കൊടുക്കില്ല. അതുകൊണ്ട് ഇത് വേണ്ട എന്ന് തന്നെയാണ് ഞാൻ പറയുകയുള്ളൂ. ഈ കല്യാണം നടത്തണ്ട അമ്മ, നമുക്ക് പോവാം, ഇവിടുന്ന് ഇറങ്ങാൻ നോക്ക് എന്നൊക്കെ പറയുമ്പോൾ രേണുക ശിവാനിയുടെ അച്ഛനോട് പറയണ, നോക്ക്, അവളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മോളുടെ കല്യാണം മുടക്കാനാണ്. എങ്ങനെയെങ്കിലും ഈ കല്യാണം നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുവരെയും ശ്രമിച്ചിട്ടുള്ളൂ. ഈ കല്യാണം നടന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ശ്വാസം വരെ നിലച്ചു. അത് നിങ്ങൾ ഓർമ്മയിൽ വെച്ചോ എന്നങ്ങ് ഭീഷണി സ്വരത്തിൽ തന്നെ രേണുക പറയാണ്. നിധിയോട് അമ്മാവൻ പറയാണ്, മോളെ നിധി, ഞാൻ പറയുന്നത് മോളൊന്ന് കേൾക്കണം. നമ്മുടെ ശിവാനിയുടെ നല്ലതിന് വേണ്ടിയിട്ടും നമ്മുടെ കുടുംബത്തിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടും ഈ കല്യാണം നടക്കണം. അതുകൊണ്ട് മോള് വസുന്ധരാമയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഒന്ന് മാപ്പ് പറഞ്ഞേക്ക് എന്നങ്ങ് അമ്മാവൻ പറയുന്നത് കേട്ടതോടുകൂടി നിധി തന്നെ ആകങ്ങ്, അമ്മാവ, മാപ്പ് പറയേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ആരും തന്നെ ഒന്നും പറയേണ്ട. ഞാൻ തന്നെ അവരുടെ കാലിൽ തൊട്ട് മാപ്പ് പറഞ്ഞേനെ. ഇത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവർക്ക് അഹങ്കാരമാണ്. അപ്പോൾ ഗൗതമിൻ്റെ അനിയത്തി പറയാണ്, ഏട്ടത്തി ഒന്ന് പതുക്കെ പറ, അത് അപ്പച്ചിയുടെ ചെവിയിൽ കേൾക്കുമെന്നങ്ങ്. കേൾക്കട്ടെ, എനിക്കെന്താ, കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഉറക്കെ പറയുന്നത് എന്നങ്ങ് നിധി പറയുമ്പോൾ ഗൗതം പറയാണ്, മതി നിർത്ത്, ഇതെല്ലാവരും വിട്ടേക്ക്. നിധിയുടെ മനസ്സിൽ അമ്മയോട് മാപ്പ് പറയാൻ മനസ്സില്ല എന്നുണ്ടെങ്കിൽ അവൾ പറയണ്ട. അവളെ കൊണ്ട് ആരും നിർബന്ധിച്ച് പറയിപ്പിക്കുകയും വേണ്ട. അതുകൊണ്ട് എല്ലാവരും ഇക്കാര്യം വിട്ടേക്ക് എന്നങ്ങ് ഗൗതം പറയുമ്പോൾ നിധി പറയണ, അമ്മ നമുക്ക് പോവാം, ഇവിടെ ഇനി നിൽക്കണ്ട. അപ്പോൾ ഗൗതമിൻ്റെ അമ്മ നിധിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണം, മോളെ നിധി, നീ പറയുന്നതെല്ലാം തന്നെ ശരിയാണ്, നിൻ്റെ അടുത്ത് ഒരു തെറ്റുമില്ല. പക്ഷേ വസുന്ധരയുടെ കണ്ണിൽ നീ തെറ്റുകാരിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കിതിൽ ഒന്നും ചെയ്യാനും കഴിയില്ല. പക്ഷേ എനിക്ക് നിൻ്റെ കാല് പിടിച്ച് ഞാൻ ഒരേ ഒരു കാര്യമാണ് ആവശ്യപ്പെടുന്നത്. എൻ്റെ മോൻ്റെ ജീവന് ഒരാപത്തും വരരുത്. ഞാൻ നിൻ്റെ കാല് പിടിച്ച് പറയുകയാണ്, എൻ്റെ മോൻ്റെ ആയുസിന് വേണ്ടി ഞാൻ നിൻ്റെ കാല് പിടിക്കാം എന്നൊക്കെ ഗൗതമിൻ്റെ അമ്മ അങ്ങ് പൊട്ടിക്കരയാണ്. അത് കാണുമ്പോൾ നിധിക്ക് അങ്ങ് സങ്കടം. 30 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ എങ്ങനെയാണ് ഇവിടെ നിന്നിരുന്നത് എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലാവുന്നു. നീ ഇപ്പോൾ നല്ല ധൈര്യത്തോടു കൂടി സംസാരിക്കുന്നു, പക്ഷേ എനിക്കന്ന് ഈ ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ മോളെ നിധി, നിൻ്റെയും വസുന്ധരയുടെയും പ്രശ്നമല്ല ഇത്, എൻ്റെ മോൻ്റെ ജീവിത പ്രശ്നമാണ്. എൻ്റെ മോൻ്റെ ആയുസിന് വേണ്ടിയിട്ടാണ് ഈ അമ്മ കെഞ്ചുന്നത്. അതുകൊണ്ട് മോളെ, ഞാൻ ഈ പറയുന്നത് നീ മനസ്സിലാക്കണം എന്നങ്ങ് പറയട്ടോ. അത് കേട്ടതോടുകൂടി നിധി മനസ്സിൽ കരുതാണ്, ഈശ്വര, ഞാൻ ഈ കൂട്ടു നിൽക്കുന്നത് ചതിയാണല്ലോ. എൻ്റെയും ഗൗതം സാറിൻ്റെയും ജാതകമാണ് ആയുസ്സിന് ബലമുള്ള ജാതകം. ശിവാനിയെ കല്യാണം കഴിച്ചാൽ ഈ ആയുസ്സിന് തന്നെ കോട്ടം വരുമോ? അതുകൊണ്ട് ഞാൻ ഈ അമ്മയോട് സത്യങ്ങളൊക്കെ തുറന്ന് പറയട്ടെ എന്നങ്ങ് പറഞ്ഞു ഒരുങ്ങുകയാണ് കേട്ടോ. നിധിയുടെ അമ്മയ്ക്ക് കാര്യം മനസ്സിലാവാണ്. നിധി സത്യം പറയാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അത് എങ്ങനെയെങ്കിലും തടയണമെന്ന് മനസ്സിൽ കരുതിയിട്ട്, മോളെ നിധി, വേണ്ട, നീ നിൻ്റെ അമ്മാവൻ്റെ മുഖത്തേക്ക് നോക്ക്. നമ്മളെ ഇത്രയും വർഷമായിട്ട് പൊന്നുപോലെ നോക്കിയിരുന്ന ആ അമ്മാവൻ്റെ മുഖത്തേക്ക് നോക്ക്. നമ്മളെ സംരക്ഷിച്ചതിനുള്ള നന്ദിയും കടപ്പാടും നമ്മളെ അമ്മാവനോട് നീ എങ്ങനെ തീർക്കും? അതുകൊണ്ട് മോളെ, ശിവാനിയും ഗൗതമും തമ്മിലുള്ള കല്യാണം നടക്കണം. അതിനു വേണ്ടി മോള് വസുന്ധരാമയുടെ കാല് പിടിച്ച് മാപ്പ് പറയണം. അങ്ങനെ നിധിയുടെ അമ്മ തൊഴുതുകൊണ്ട് തന്നെ പറയണേ, നീ അമ്മാവനെ ഓർത്തിട്ടാണെങ്കിലും നീ മോളെ വസുന്ധരാമയുടെ കാല് പിടിച്ച് മാപ്പ് പറയണം. നീ കാരണമാണ് അവരുടെ മോള് ശിവാനിയുടെ കല്യാണം നടക്കാതെ പോയി എന്നുള്ളത് അമ്മാവന് പോലും ഒരിക്കലും മനസ്സിൽ തോന്നരുത്. അതുകൊണ്ട് മോള് എന്തായാലും മാപ്പ് പറയണം. ഈ അമ്മയാണ് നിന്നോട് പറയുന്നത് എന്നൊക്കെ പറയട്ടോ. അങ്ങനെ നിധി പിന്നെ അങ്ങ് മാപ്പ് പറയാമെന്നങ്ങ് തീരുമാനിക്കുകയാണ്. എന്നിട്ട് അമ്മാവനോട് പറയാണ്, അമ്മാവ, ഞാൻ അമ്മാവന് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു മാപ്പ് പറയാൻ ഞാൻ മനസ്സുകൊണ്ട് തയ്യാറാകുന്നത് എന്നൊക്കെ പറഞ്ഞ ശേഷം വസുന്ധരയെ പോയി വിളിക്കാൻ പറയാണ്. ഗൗതമിൻ്റെ അച്ഛനോട് പറയാണ്. അങ്ങനെ നിധി വസുന്ധരയുടെ കാല് പിടിച്ച് മാപ്പ് പറയാം എന്നങ്ങ് സമ്മതിക്കാൻ കേട്ടോ.